ഹലോ അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ ഫ്ലോറൽ മോമി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആയിട്ടാണ്. ഞങ്ങളുടെ പുതിയ റൂമിലേക്ക് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വ്ളോഗിലുള്ളത്. മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഷിഫ്റ്റിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാണാത്തവരെ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ. അതുപോലെ ഈ ഷോപ്പിംഗ് ഇപ്പോൾ നടത്തിയതല്ല, അത് റംസാൻ്റെ മുന്നായിട്ട് ഞങ്ങൾ പല ദിവസങ്ങളിലൊക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള ഷോപ്പിംഗാണ്. പിന്നെ റംസാനിലും ഒക്കെ ആയിട്ടുള്ള കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഫുജേറയിലുള്ള ഒരു മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസും പ്ലാന്റ്സും ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊക്കെ അധികം പാകിസ്ഥാനികളുടെ ഷോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് വീട്ടിലേക്കുള്ള കാർപ്പറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ചീപ്പ് റേറ്റിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലും ഒക്കെ ഉള്ള സാധനങ്ങളാണ് ഇവിടുന്ന് കിട്ടുക. അപ്പോൾ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. അവരായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് നല്ല കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്കിതൊക്കെ വാങ്ങിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ കാർപ്പറ്റാണ് മെയിനായിട്ട് നോക്കുന്നുണ്ടായിരുന്നത്. അത് നല്ല കളക്ഷനുണ്ട്. സാധാ ഷോപ്പിലൊക്കെ പോയിട്ട് നോക്കണേക്കാളും നല്ല കളക്ഷനാണുള്ളത്. അത് ഒരുപാട് ഷോപ്സും ഉണ്ടാവും. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നോക്കി സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അത് നല്ല റേറ്റിൽ നമുക്ക് ഹോം സെൻറ്ററിൽ അയക്കുന്നതൊക്കെ കിട്ടണേക്കാളൊക്കെ നല്ല ഡിഫറൻസാണ് ഇവിടെ റേറ്റ് ഉണ്ടാവുക. പക്ഷെ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. എല്ലാ ഷോപ്പിലും നടന്നു നോക്കി ഞങ്ങൾ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരായിട്ട് സംസാരിച്ച് നല്ല റേറ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തത്. ഇത് ഞങ്ങൾ പഴയ റൂമിലുള്ളപ്പോൾ തന്നെ വാങ്ങിച്ചു വെച്ചുള്ളതായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരു ദിവസത്തെ ഷോപ്പിംഗ് അല്ല, പല ദിവസങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ഷോപ്പിംഗ് ഞാൻ ഒരുമിച്ച് കാണിക്കുമെന്നുള്ളൂ. അടുത്തത് നമ്മൾ പോണത് പാനംബ്രേച്ചിലാണ്. അവിടെ എന്തൊക്കെയോ ഓഫറൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഡെക്കർ ഐറ്റംസൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അവിടെ പോയപ്പോൾ. പിന്നെ നല്ല ഫ്രെയിംസിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അത് നല്ല റേറ്റ്, മറ്റുള്ള ഷോപ്പിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് കുറവ് വരുന്നു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടൊരു ഷോപ്പാണിത്. റേറ്റിൻ്റെ കാര്യത്തിലായാലും നല്ല കളക്ഷനായാലും ഒക്കെ സാധാ ഷോപ്പിലേക്കാളൊക്കെ റേറ്റ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനൊരു ഫ്രെയിം നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അങ്ങനെ വലിയ ഷോപ്പിങ്ങൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ഓഫർ പ്രൈസും നല്ല കളക്ഷനൊക്കെ കാണുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ ഷോപ്പിലൊക്കെ കയറണമെന്ന് വിചാരിക്കണതുകൊണ്ട് അധികമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഐക്കയിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജബലാലിലുള്ള ഐക്കയാണ്. അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ നമ്മൾ ഇവിടെ എയ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ട്. അപ്പോൾ അതിനകത്തും ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിരുന്നതിന്. അതിനകത്ത് കയറിയപ്പോൾ നല്ല വാൾ സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു, പല തീമിലുള്ളത്. അത് നല്ല റേറ്റിലാണ്, അതും ഓഫറുള്ള സമയത്ത് തന്നെയാണ് അതും. പക്ഷേ എനിക്ക് വാൾ സ്റ്റിക്കേഴ്സിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇനി ഈ ഷോപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് നല്ല കളക്ഷനുള്ളൊരു ഷോപ്പ് തന്നെയാണ്. പിന്നെ ഞാൻ നടന്നു നോക്കിയപ്പോഴാണ് ഈ ഒരു കണ്ടെയ്നേഴ്സ് ഞങ്ങൾ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോലെ കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ഞങ്ങൾ മോനക്കൊരു ടെൻറ്റ് വാങ്ങിക്കാമെന്ന് വെച്ചത് നല്ല റേറ്റിലാണ് കിട്ടിയത്. ഈ വാങ്ങിച്ച പ്രൊഡക്ട്സൊക്കെ നമ്മൾ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ട് നേരെ പോയത് പിന്നെ ഐക്കൽക്കാണ്. ഐക്കൽക്ക് മെയിനായിട്ട് പോകുന്നത് കിച്ചണിക്കുള്ള സാധനങ്ങൾ നോക്കാനായിരുന്നു.
ഞങ്ങളുടെ പഴയ കിച്ചനേക്കാളും പുതിയ അപ്പാർട്ട്മെൻറ്റിലെ കിച്ചൺ കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ സ്റ്റോറേജിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയായിരുന്നു. ഈ സ്പൈസ് റാക്ക് പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഐഡിയാസ് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഐക്കയിലുള്ള ഈ ഒരു സിപ്പ് ലോക്ക് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഐക്കയിലുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്, പക്ഷേ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം റേറ്റും ഇല്ല അതിന്, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഐക്കയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരൊന്ന് പോയിട്ട് കാണണേ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യാത്തത്. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒരുമിച്ച് കാണിക്കാമെന്ന് വെച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അയക്കാൻ തന്നെ തുടങ്ങാം. ഇതൊരു ചെറിയ വാൾ റാക്കാണ്. നമുക്ക് കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷേ തീരുമാനിച്ചിട്ടില്ല എവിടേക്കാണ് വെക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഇതും കിച്ചണിക്കുള്ള സ്പൈസ് ജാറൊക്കെ വെക്കാൻ പറ്റിയുള്ള ഒരു ചെറിയൊരു റാക്കാണ്. ഇങ്ങനത്തെ ഒരു 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കിച്ചണിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ളൊരു റോഡാണ്. എല്ലാവർക്കും അറിയുന്ന സാധനങ്ങളൊക്കെ തന്നെ ആവും ഇതൊക്കെ. പിന്നെ ഇത് അതുപോലെ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ട്രേയും ആണ്. ഇത് പിന്നെ ഒട്ടുമിക്ക എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്നൊരു സ്പൈസ് ജാറാണ്. നല്ല ക്യൂട്ടുമാണ്, അധികം പ്രൈസും ഇല്ലാത്തൊരു സംഭവമാണ്. എനിക്കും നല്ല ഇഷ്ടമുള്ള സാധനമാണ് ഇത്. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതിനുള്ള പോട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോട്ട്സും പ്ലാന്റ്സും ഒക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ, ഒരുമിച്ചുള്ളതല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ നല്ല ബഡ്ജറ്റ് പ്രൈസിലുള്ളതാണ്, അധികം റേറ്റ് ഒന്നുമില്ല, ചെറിയ ചെറിയ പ്രൈസിലുള്ള എല്ലതും. ഇത് രണ്ടും ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നമുക്ക് കണ്ട നല്ല ഒറിജിനാലിറ്റി തോന്നിക്കും. ഇത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, അപ്പോൾ വാങ്ങിച്ചതാണ്. കുറഞ്ഞ പ്രൈസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇതിനും. പിന്നെ 2 ഫോട്ടോ ഫ്രെയിമും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഹുക്കാണ്. ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു കിച്ചണത്തെ ഹാങ്ങറില്ലേ, അതിൻ്റെ കൂടെ വെക്കാൻ പറ്റിയിട്ടുള്ള അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ കൂടെ ഒരു സെറ്റ് വരുന്നുണ്ട്, അപ്പോൾ ഇത് സെപ്പറേറ്റ് കുറച്ചും കൂടെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊരു ടേബിൾ റണ്ണറാണ്. നല്ല പ്രൈസിന് കിട്ടിയപ്പോൾ നല്ല ക്വാളിറ്റിയും തോന്നി. പിന്നെ വാഷ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സാധനമായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഇത് 3 പീസ് വരുന്ന ഒരു കോസ്റ്ററിൻ്റെ സെറ്റാണ്, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതൊരു ബോട്ടിലാണ്, ബാഗിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ സൈസിലുള്ളൊരു ബോട്ടിൽ, പ്ലാസ്റ്റിക് തന്നെയാണ് അതും. പിന്നെ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സിപ്പ് ലോക്ക് ബാഗാണ്, അതൊരു സെറ്റ് വാങ്ങിച്ചത്. ഇതിൽ 2 സൈസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചെറുതായിട്ട് അസംബിൾ ചെയ്തിട്ട് ഫിക്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ, അങ്ങനെ പണിയുള്ളതൊന്നല്ല. ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മാനുവലിലും കൊടുത്തിട്ടുണ്ട്. ഇക്കാലത്തെ ഫർണിച്ചറൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആവുമല്ലോ. പക്ഷേ ഇതിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയതായതുകൊണ്ട്. പിന്നെ എല്ലാത്തിനുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ റോഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. വെയിറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം. പിന്നെ ഈ ഒരു ഹുക്ക് വെച്ചിട്ടും ഈ ഒരു കപ്പ് വെച്ചിട്ടൊക്കെ അത് നമുക്ക് ചെയ്യാം.
പിന്നെ ഈ ഒരു ട്രേ ഇതിൻ്റെ മേലെ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിട്ട് വെക്കാം. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാനുള്ള സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രെയിം എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. അതിന് 2 സൈഡിലും ഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഓരോ ഫോട്ടോ ആയിട്ട് വെക്കാം. അപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് പ്രിൻ്റ് എടുത്തൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് 2 സൈസിലാണ് വരുന്നത്. ഒന്ന് 4.5 ലിറ്റർ, ഒന്ന് 6 ലിറ്ററുമാണ്. 2 ഡിഫറെൻറ്റ് കളേഴ്സിലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് എയ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ടെയ്നർ. ഞാൻ ഷുഗർ എന്ന് എഴുതിയിട്ടുള്ള എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇതിന്. 1 കിലോ വരെ ഒക്കെ ഇതിൽ കൊള്ളും. പിന്നെ ഇതൊരു ഫ്ലാസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു 500 ml. നമുക്ക് കാറിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളതൊന്ന് നോക്കി വാങ്ങിച്ചതായിരുന്നു. പിന്നെ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത് കിച്ചണിക്കുള്ളൊരു നൈഫും മോനിക്കുള്ളൊരു ടെൻറ്റുമാണ്. നൈഫ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ടെൻറ്റ് നല്ല ഫോൾഡ് ചെയ്തിട്ട് ചെറിയ ബാഗിലൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അതൊന്ന് അസംബിൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇത്ര സ്പേഷ്യസ് എന്നുള്ള കാര്യം മനസ്സിലായത്. അവിടുന്ന് ഫോട്ടോ കണ്ടപ്പോഴൊന്നും ഇത്ര സ്പേസ് ഉള്ളത് തോന്നിയിരുന്നില്ല. അത് അത്യാവശ്യം നല്ല സൈസ് തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ പാനമരച്ചിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ഫ്രെയിം. പിന്നെ അവിടുന്ന് വാങ്ങിച്ചുള്ളതാണ് ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ ഈ ഒരു പാൻ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളത് തന്നെയാണ്. പിന്നെ അവിടുന്ന് വാങ്ങിച്ചുള്ളതാണ് ഈ ഒരു വേസും അതിലുള്ള ഒരു ഫെദറും. 2 സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. പിന്നുള്ളത് ഈ ഒരു കണ്ടെയ്നറാണ്. സോൾട്ടിൻ്റെ ഇതിലാണ് ഞാൻ വാങ്ങിച്ചുള്ളത്. ഇത് ഒരു സെറാമിക്കിൻ്റെ ആണ്. ലിഡാണ് വുഡൻ്റെ വരുന്നത്. പിന്നെ ഈ 2 ഫോട്ടോ ഫ്രെയിമും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇത്ര തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കഴിഞ്ഞ വ്ളോഗ്സൊക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ഈ കണ്ടെയ്നേഴ്സൊക്കെ ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങിയെന്ന്. പിന്നെ ഈ ഒരു കണ്ടെയ്നേഴ്സ് ഞാൻ ഹോം ബോക്സിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോപ്പിംഗ് ഒന്നും ഞാൻ അതിൽ കാണിക്കണില്ല.
പിന്നെ അവിടുന്ന് ഞാൻ 2 ഫ്രെയിംസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്നും ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇൻഷാല്ല വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു സ്കാർഫ് ഹാങ്ങർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചെറുതാണ് എനിക്ക് കിട്ടിയുള്ളത്. പിന്നെ അതുപോലത്തെ ഒരു ചെറിയ കാൻഡിൽ ഹോൾഡറാണ്. കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി, അപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ്. പിന്നെ അതുപോലത്തെ ഒരു സെറ്റ് ഹാങ്ങറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ ഞങ്ങൾ Ikeaന്ന് അതുപോലത്തെ ഒരു സെറ്റ് വാങ്ങിച്ചപ്പോൾ നല്ല യൂസ്ഫുള്ളായി തോന്നി യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹോംബോക്സിൽ കണ്ടപ്പോൾ വീണ്ടും ഒരു സെറ്റും കൂടെ വാങ്ങിച്ച്. ഈ പാൻസൊക്കെ അയൺ ചെയ്തിട്ട് ഇതുമ്പോൾ നല്ല നീറ്റായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചുളിവൊന്നും വരണമൊന്നുമില്ല നമ്മൾ സാധാ ഹാങ്ങർ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാനാണെങ്കിൽ വീക്കിലിയാണ് അയൺ ചെയ്യാറ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ അയൺ ചെയ്തിട്ട് ഇതുമ്പോൾ ഹാങ് ചെയ്തിട്ടാൽ അങ്ങനെ ഒന്നും ചുളിവൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഈ വ്ളോഗിൽ ഒരു ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണ്. അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല ഉള്ളത്. പക്ഷെ എന്നാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളുടെ ഒരു ഷോപ്പിംഗ് ആയിരുന്നു ഇത്. ഒക്കെ പല ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയൊരു വ്ളോഗാക്കിയതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ഇൻഷാ അല്ലാ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.